ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ സീലിങ്ങിൻ്റെ വർക്കാണ്, ഫോൾ സീലിങ്ങിൻ്റെ വർക്കാണ് നോക്കണത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വരുന്ന ഒരു ഏരിയ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു ഏകദേശം ഒരു 7 മീറ്റർ 8 മീറ്റർ കാർ പോർച്ചിൻ്റെ മുകളിൽ നിന്ന് ഒരു 8 മീറ്റർ മുകളിലായിട്ടാണ് ഇപ്പോൾ ഞാൻ നിൽക്കണത്. അപ്പോൾ ഇവിടെയായിട്ടാണ് നമ്മുടെ ഫോൾ സീലിംഗ് വരുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഗ്രിഡ് ചാനൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രിഡ് ചാനൽ നമ്മൾ ഒരു 70% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയുണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് ഇലക്ട്രിക്കലിൻ്റെ പൈപ്പിങ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ബാക്കിയുള്ളത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ജിപ്രോക്കിൻ്റെ ട്രൂ സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലുകളാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫൈനലായിട്ടുള്ള 3D ഡിസൈൻ നമ്മളിവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വർക്കേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മളിതിൻ്റെ മെഷർമെൻറ്റ് ഡ്രോയിങ്ങും നമ്മളിവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വർക്കേഴ്സിനെ ഈസി ആയിട്ട് അതിൽ മെഷർമെൻറ്റ് നോക്കി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലെ ഓരോ ഏരിയയിൽ നിന്ന് എത്ര സെൻറ്റിമീറ്റർ നീങ്ങിയിട്ടാണ് എവിടേക്കാണ് ലൈറ്റ് വരുന്നത്, എവിടെയാണ് സെൻറ്ററായിട്ടുള്ള ഷാൻഡിലിയർ വരുന്നതെന്നൊക്കെ നമ്മളിതിൽ ഈ ഫോൾ സീലിങ്ങിൻ്റെ ലേഔട്ടിൽ നമ്മളിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ 3D ഡിസൈൻ നമ്മളിവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൊത്തം പൈപ്പ് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് സ്ക്വയർ പൈപ്പും അതുപോലെ തന്നെ റൗണ്ട് പൈപ്പും നമ്മൾ ക്ലാമ്പ് വെച്ച് സെറ്റ് ചെയ്തേക്കാണ്. ഇനി നമുക്ക് ഇതിൻ്റെ 3D ഡിസൈൻ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ 3D ഡിസൈൻ തന്നെ ഫൈനലായിട്ട് വരുമ്പോൾ. ത്രൂ ഔട്ട് ചുറ്റും നമ്മൾ ഒരു ഏരിയ ലൈറ്റിങ്, പിന്നെ ഒരു ആംബിയൻസിന് വേണ്ടിയിട്ട് നമ്മളൊരു കോവ് ലൈറ്റിങ്, പിന്നെ ഒരു ഡെക്കറേറ്റീവ് എന്നുള്ള രീതിയിൽ ഒരു ഹാങ്ങിങ് ലൈറ്റ്, ഷാൻഡിലിയർ, അങ്ങനെയാണ് നമുക്ക് മൊത്തം ഈ ഒരു ഏരിയയിൽ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഡിസൈൻ വരുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഇരിക്കും ബൈ. ഇതേവിടെ വണ്ടികൾ പോകുന്നത് കണ്ടില്ലേ? ഓക്കെ.